ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. ലോങ് വീഡിയോസ് ഇപ്പോൾ ഇടലെന്നല്ല, ഞാനെങ്കിൽ ഇടാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ മൂന്നാർ പോവുകയാണ്. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചതിൻ്റെ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ, മുഖം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വടക്കേ സ്റ്റാൻഡ് എത്തി. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബിന്നിൻ്റെ അവിടേക്ക് തന്നെ കയറും കേട്ടോ. അപ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ മഴ നിന്നത്. ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ ഒരു 6 മണിയൊക്കെ ലൈറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കേണ്ട വെച്ചിട്ട് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ശരവണഭവൻ കണ്ടു. കൊരട്ടി ശരവണഭവൻ നട്ടു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തുക. അവിടെ എത്തുന്ന വരെ മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ മഴയൊക്കെ നിന്നത്. അപ്പോൾ അതേ ദോശയൊക്കെ വാങ്ങി കഴിച്ചു. മസാല ദോശ കേട്ടോ കഴിച്ച്. സാമ്പാറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു. പിന്നെ എന്താ യെല്ലോ കളറിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മസാല ദോശയ്ക്ക് അങ്ങനത്തെ ഒരു ചമ്മന്തി കാണുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല, കൊള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിന് മഴയൊക്കെ മാറി. പിന്നെ അങ്ങോട്ട് വെയിലായിരുന്നു കേട്ടോ, മഴയൊക്കെ നിന്നിരുന്നു. പുറത്ത് വെയിലുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. മഴയൊക്കെ കുറഞ്ഞു. അങ്ങനെ അതേ നമ്മൾ നേര്യമംഗലം പാലെത്തി കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം അങ്ങനെ ലോങ് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധ വിട്ടു പോവുകയാണ്. അപ്പം അങ്ങനെ അതേ നമ്മൾ പാലെത്തി. എന്താ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി കേട്ടോ മൂന്നാർ. തീരെ ബ്ലോക്കിൽ പോകുമ്പോഴും പെട്ടില്ല, വരുമ്പോഴും പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തി. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചെറുതായിട്ട് ഇങ്ങനെ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 4:45 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് മഴയല്ലേ, പിന്നെ ഞാൻ ബ്ലോക്കിൽ പെട്ടാലൊക്കെ വെച്ചിട്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്കൊന്നും കിട്ടിയില്ല കേട്ടോ, ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയെങ്കിൽ. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ട് വെച്ചാൽ നേരത്തെ ഇറങ്ങിക്കോളൂ കേട്ടോ. ഒരു 5 മണി 4:45 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂ. അങ്ങനെ ദേ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് മൂന്നാർ ഡ്രീം കാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടാണ്. അപ്പോൾ അങ്ങനെ മലയൊക്കെ കയറി ഞങ്ങൾ എത്തി ലാസ്റ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് ഫോംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും വ്ളോഗറാട്ടോ, ആളും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയണ്ടാവുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് ആൾ വ്ളോഗ് എടുക്കാമെന്നൊക്കെ അറിഞ്ഞത്.
പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരുപാട് ഗെയിംസ് കളിക്കുന്ന സെക്ഷനിലേക്കാട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയത്. ഇപ്പം നമ്മൾ ഗെയിംസൊന്നും കളിച്ചിട്ടില്ല, നമ്മൾ പിന്നെ രാത്രിയായിട്ട് ഗെയിംസൊക്കെ കളിച്ചത്. പിന്നെ ഇത് നമുക്ക് പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ആരും ഡ്രസ്സ് കാര്യങ്ങളൊന്നും കയ്യിൽ വെച്ചിട്ടില്ലാച്ച നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് അതിട്ടിട്ട് നമുക്ക് പൂളിൽ ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ 2 വ്ളോഗായി പാർട്ട് 1, 2 ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാതും ഒരു വീഡിയോയിലാവുമ്പോൾ ആകെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും, വലിയ വ്ളോഗാവും, അത് അപ്ലോഡ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനത് മറ്റൊരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ബാക്കി എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.